കാനാൻഡേഷൻ സീസൺ 2 ബൈബിൾ റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം. ഒരിക്കൽ ഒരു ദിവസം എന്റെ ചില ആവശ്യങ്ങൾക്കായി ഞാനൊരു പട്ടണത്തിലേക്ക് പോയി. പട്ടണത്തിന്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തിൽ ദിവ്യകാരുണ്യ ഈശോയെ കണ്ടുമടങ്ങാം എന്ന് വിചാരിച്ച് ഞാൻ ആ ദേവാലയത്തിൽ കയറുകയാണ്. ദിവ്യകാരുണ്യ ഈശോയെ കണ്ടയുടനെ ഞാൻ മുട്ടുകുത്തി നിന്നുകൊണ്ട് എന്റെ ഓരോ ആവശ്യങ്ങൾ പറയാനായി തുടങ്ങി. കുറച്ചു സമയങ്ങൾക്ക് ശേഷം ഞാൻ ഓർത്തു, എന്റെ ഒരു പരിചയക്കാരനെ കാണുകയാണെങ്കിൽ ഒരുപക്ഷെ എന്തൊക്കെയുണ്ട് വിശേഷം എന്നെങ്കിലും ഞാൻ ചോദിക്കും. എന്നാൽ ഈശോയെ കണ്ടയുടനെ ഞാൻ എന്റെ ആവശ്യങ്ങൾ ഓരോന്നായി പറയാൻ തുടങ്ങി. നമ്മളിൽ പലരും ഒരുപക്ഷെ ഇതുപോലെ തന്നെയാണ്. അർഹിക്കാത്ത നന്മകൾ ഈശോ നമുക്ക് നൽകിയിട്ടും വീണ്ടും നമ്മുടെ യാചനകളാണ് നാം അവിടത്തേക്ക് മുമ്പിൽ വെക്കുന്നത്. ഒരു നിമിഷമെങ്കിലും കുറച്ചു സമയമെങ്കിലും ഈശോ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് കേൾക്കുവാനായി നാം സമയം കണ്ടെത്തണം. ഈ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കാനാൻഡേഷൻ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ഇവിടെ തുടങ്ങുന്നു. അതിനു മുൻപായി വെൽക്കം ചെയ്യുന്നു നമ്മുടെ പ്രിയങ്കരനായ ക്വിസ് മാസ്റ്റർ ഡോക്ടർ ഡൊണാൾഡ്. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. വെൽക്കം ടു കാനാൻഡേഷൻ സീസൺ 2 ദ ബൈബിൾ റിയാലിറ്റി ഷോ. പ്രഭചൊരിയുന്നൊരു സൂര്യനായിരം കിരണം നൽകിയതാരാണ്? നിലാവുദിക്കും ചന്ദ്രനു വെള്ളിപ്പുടവകൾ തീർത്തവനാരാണ്? കടലിനുടയവനാരാണ്? വൻകരകൾ ഉടയവനാരാണ്? അനുഗ്രഹമാരി ചൊരിയുമൊരീശൻ കരുണാമയനവനാരാണ്? കർത്താവല്ലാതാരാണ്? കർത്താവല്ലാതാരാണ്? മാമഴവിൽ നേടു നിറങ്ങൾ ചാലിച്ചേകിയതാരാണ്? സൂര്യനെയും ചന്ദ്രനെയും താരാപഥങ്ങളെയും നമുക്ക് നൽകിയ സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് നമ്മുടെ ഈ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. ഒത്തിരി സ്നേഹത്തോടെ വെൽക്കം ചെയ്യാം നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റന്റ് മിസസ് മേരി മേഴ്സി കൊറിയ ഫ്രം നെട്ടൂർ. എറണാകുളത്ത് നെട്ടൂരിൽ നിന്നും വന്നിരിക്കുന്ന മിസസ് മേരി മേഴ്സി കൊറിയ ആണ് ഇന്നത്തെ നമ്മുടെ കണ്ടസ്റ്റന്റ്. ഒത്തിരി അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിത്വമാണ്. കൂടുതൽ പരിചയപ്പെടാം, വിശേഷങ്ങൾ അറിയാം, ഒപ്പം മത്സരത്തിലേക്ക് കടക്കാം. വെൽക്കം ടു കാനാൻഡേഷൻ സീസൺ 2. മേരി മേഴ്സി കൊറിയ. ഈ കൊറിയ എന്നുള്ള ഒരു അതെന്താണ് ശരിക്കും? ഞങ്ങളുടെ സർനെയാണ്. ഞങ്ങൾ ആംഗ്ലോ ഇന്ത്യൻസ് ആണ്, അതുകൊണ്ട് ഞങ്ങളുടെ സർനെയാണ്. ആംഗ്ലോ ഇന്ത്യൻസ് ആണ്. ഇനീഷ്യലിന് പകരം സർനെയം കൊറിയ. ഓക്കെ. അപ്പോൾ ഞാൻ ഇനി ഷോയില് മേരി ചേച്ചി എന്ന് വിളിക്കാം, കുഴപ്പമില്ലല്ലോ? മേഴ്സി ചേച്ചി എന്ന് വിളിച്ചോളൂ. മേഴ്സി ചേച്ചി. ഓക്കെ. അപ്പോൾ മേഴ്സി ചേച്ചിയുടെ വീട്, ഫാമിലി ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി നമുക്ക് തുടങ്ങാം. ഞങ്ങൾ നെട്ടൂരാണ് താമസിക്കുന്നത്. എന്റെ ഹസ്ബൻഡ് ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഒരു മകളേ ഉള്ളൂ. ഓക്കെ. അവൾക്ക് 3 കുട്ടികളുണ്ട്. ഓക്കെ. അപ്പം നമുക്ക് ചെറിയ പരിചയപ്പെടൽ കഴിഞ്ഞു. ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ വരാം. ആദ്യം മത്സരത്തിലേക്ക് കടക്കാം. റെഡി? കാനാൻഡേഷൻ സീസൺ 2 ദ വെരി ഫസ്റ്റ് റൗണ്ട്, സിൽവർ റൗണ്ട്. സിൽവർ റൗണ്ടിൽ 4 ചോദ്യങ്ങൾ. 4 ചോദ്യങ്ങൾക്കും 10 പോയിന്റ്സ്. ഓപ്ഷൻസ് ഉണ്ടാവും. ഓരോ ചോദ്യങ്ങളും 2 ചോദ്യത്തിൽ അടുത്ത് തെറ്റ് വരികയാണെങ്കിൽ 10 പോയിന്റ്സ് മൈനസ് ആവും. മറിച്ച് 4 ചോദ്യങ്ങളും റൈറ്റ് ആയിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ 10 പോയിന്റ്സ് ബോണസ് ലഭിക്കും. ടോട്ടൽ 50 പോയിന്റ്സ് കരസ്ഥമാക്കാം ഈ ഒറ്റ റൗണ്ടിൽ.
പോകാം ആദ്യത്തെ ചോദ്യത്തിലേക്ക്. ആ സർ. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ മേഴ്സി ചേച്ചിക്കുള്ള ആദ്യത്തെ ചോദ്യം. സഹോദരന്റെ ഭാര്യയെ സ്വന്തമാക്കുന്നത് പാപമാണെന്ന് ഹെറോദേസിനോട് പറഞ്ഞത് ആരാണ്? സഹോദരന്റെ ഭാര്യയെ സ്വന്തമാക്കുന്നത് പാപമാണെന്ന് ഹെറോദേസിനോട് പറഞ്ഞത് ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് അതിലേക്ക് വരാം. ഓപ്ഷൻ എ യേശു, ഓപ്ഷൻ ബി സ്നാപക യോഹന്നാൻ, ഓപ്ഷൻ സി ഹെറോദിയ ആൻഡ് ഓപ്ഷൻ ഡി പീലാത്തോസ്. 4 ഓപ്ഷൻസ് ഉണ്ട്, സമയമുണ്ട്, ആലോചിച്ച് ആൻസർ ചെയ്യാം. ബി സ്നാപക യോഹന്നാൻ. ഓപ്ഷൻ ബി സ്നാപക യോഹന്നാൻ. ഉറപ്പാണെങ്കിൽ ഞാൻ ലോക്ക് ചെയ്യാം. ഉറപ്പാണ് സർ. ഉറപ്പാണ്. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാൻ ഉറപ്പാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ് ഓപ്ഷൻ ബി സ്നാപക യോഹന്നാൻ റൈറ്റ് ആൻസർ. മർക്കോസിന്റെ സുവിശേഷം 6:18 ഈ ഭാഗം പറയുന്നത്. ആദ്യത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. സിൽവർ റൗണ്ടിൽ നല്ല തുടക്കം അല്ലേ? അപ്പോൾ ചേച്ചിയുടെ കൂടുതൽ കുടുംബവിശേഷങ്ങൾ അറിയാം. മകളുടെ പേരെന്താണ്? മകളുടെ പേര് നീതു. നീതു എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യാണോ? ഇല്ല, വർക്ക് ചെയ്യുന്നില്ല. അവള് കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് HM ആണ്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലം നിങ്ങൾ ആംഗ്ലോ ഇന്ത്യൻസ് കുറെ പേരുള്ള സ്ഥലമാണോ? അങ്ങനെയാണോ? കുറെ പേരുണ്ട് അവിടെ. ഓക്കെ ഓക്കെ. നമ്മൾ പല സിനിമകളിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ആംഗ്ലോ ഇന്ത്യൻസിന്റെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയാ, ഒരു പ്രത്യേക ഒരു അങ്ങനെ തന്നെയാണോ ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഐ മീൻ ഒരുപാട് പ്രത്യേകതകളൊന്നുമില്ലടാ. ഇല്ല, അല്ല നമ്മൾ കാണുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. അവരുടെ ക്രിസ്മസ് സെലിബ്രേഷൻസ് അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അതിനെ കഴിഞ്ഞ കുറച്ചുകൂടെ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ചിലപ്പോൾ ഫിലിംസിൽ കുറച്ച് എക്സാജറേറ്റ് ചെയ്യുന്നുണ്ടാവാം, പക്ഷേ അങ്ങനെയാണ്. അപ്പൊ കുറച്ച് അടുത്തടുത്ത കുടുംബങ്ങളുണ്ട്. അത് നിങ്ങൾ റിലേറ്റീവ്സ് ആയിരിക്കുമോ കൂടുതലും? അങ്ങനെ റിലേറ്റീവ്സ് ഉണ്ട്. ഞങ്ങളുടെ റിലേറ്റീവ്സ് കുറവാണ്. കാരണം ഞങ്ങൾ ഇവിടെ അല്ലായിരുന്നു, ഞങ്ങൾ കുരിക്കാടായിരുന്നു. പിന്നെ ഹസ്ബൻഡ് മുളവാടും ഞാൻ വടുതലയിലുമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാറി താമസിച്ചു. പിന്നെ ഇപ്പൊ മോളുടെ വീട് നെട്ടൂരായതുകൊണ്ട് ഞങ്ങള് കുരിക്കടുത്ത് വീട് കൊടുത്തിട്ട് മോളുടെ അടുത്ത് വന്ന് താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു മോളേ ഉള്ളൂ. ഞങ്ങളുടെ റിലേറ്റീവ്സ് കുറവാണ്, പക്ഷെ അവൾക്ക് ഒത്തിരി റിലേറ്റീവ്സ് ഉണ്ട്. ആ ഏരിയയിൽ തന്നെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഭർത്താവും മകളും നിങ്ങളുടെ കൂടെ തന്നെയാണ്? ഇല്ല, അടുത്ത് തന്നെയാണ്. കുഞ്ഞുങ്ങൾ ഏതൊക്കെ പ്രായമായി? മൂത്താള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആള് 5ല്, ഇളയാള് 2ാം ക്ലാസ്സിൽ. ഓക്കെ. അപ്പോൾ നമുക്ക് കൂടെ വന്നിരിക്കുന്നവരെ പരിചയപ്പെടാം. അതിനു മുമ്പ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശരി സാർ. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ മേഴ്സി ചേച്ചിക്കുള്ള രണ്ടാമത്തെ ചോദ്യം. ഹെസക്കിയ രാജാവിന്റെ വ്രണത്തിൽ അത്തിപ്പഴം കൊണ്ടുള്ള അട വെച്ച് കെട്ടി സുഖപ്പെടുത്തിയ പ്രവാചകൻ ആര്? ഹെസക്കിയ രാജാവിന്റെ വ്രണത്തിൽ അത്തിപ്പഴം കൊണ്ടുള്ള അട വെച്ച് കെട്ടി സുഖപ്പെടുത്തിയ പ്രവാചകൻ ആര്? ഓപ്ഷൻ എ ഏശയ്യ, ഓപ്ഷൻ ബി ഏലിയ, ഓപ്ഷൻ സി എലീഷ ആൻഡ് ഓപ്ഷൻ ഡി എസക്കിയൽ. ആരാണ്? ഈ 4 ഓപ്ഷൻസിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യാം. ഏലിയ. ഏതാ ഞാൻ ഉറപ്പിക്കേണ്ടത്? ഏത് ഓപ്ഷനാണ്? വേറെ ഏതെങ്കിലും ഓപ്ഷൻ മനസ്സിൽ വരുന്നുണ്ടോ? പറഞ്ഞോളൂ. ഏതെങ്കിലും ഒരു ഓപ്ഷൻ പറയാം. സമയം തീരുന്നു, പെട്ടെന്ന്. ഏശയ്യ, ഓപ്ഷൻ എ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ എ ഏശയ്യ. അത്ര ഉറപ്പ് പോരാ അല്ലേ? എന്തായാലും നമുക്കറിയാം, ആൻസർ ചോദിക്കാം കമ്പ്യൂട്ടറിനോട് തന്നെ. കമ്പ്യൂട്ടർ പ്ലീസ് ഓപ്ഷൻ എ ഏശയ്യ റൈറ്റ് ആൻസർ. 2 രാജാക്കന്മാർ 20:7 ഈ ഭാഗം പറയുന്നത്.
ഹെസക്കിയ രാജാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വളരെ വിശ്വസ്തനായ, ദൈവകൽപ്പനകൾ പാലിക്കുന്നതിൽ വളരെയധികം ജാഗരൂകത കാണിച്ചിരുന്ന ഒരു രാജാവാണ്. വിഗ്രഹാരാധനയ്ക്കൊക്കെ എതിരായിരുന്നു അദ്ദേഹം അസുഖമായി രോഗബാധിതനായി കിടക്കുമ്പോൾ ദൈവം അവിടത്തേക്ക് അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് യെശയ്യാ പ്രവാചകനെ അയക്കുകയാണ്. അതെ, ആയുസ് കൂടി യെശയ്യാ പ്രവാചകൻ അപ്പൊ പറയാണ്, നീ മരിച്ചു പോകും, നിന്റെ ഈ രോഗം ഭേദമാവില്ല. അപ്പോൾ രാജാവ് വളരെ ദുഃഖാർത്ഥനായിട്ട് ദൈവത്തിന്റെ മുമ്പിൽ കേണപേക്ഷിക്കുകയാണ്. അപ്പോൾ ദൈവം യെശയ്യാ പ്രവാചകനോട് പറയുന്നു അവനെ സുഖപ്പെടുത്താൻ. അപ്പോഴാണ് അത്തിപ്പഴം കൊണ്ടുള്ള ഒരു അടയുണ്ടാക്കി വ്രണത്തിൽ വെച്ച് കെട്ടി അങ്ങനെ ഹെസക്കിയേൽ രാജാവ് സുഖം പ്രാപിക്കുന്നു. ശരിക്കും ദൈവത്തിന്റെ ദൈവത്തിന്റെ ആഗ്രഹമായിരുന്നു. ദൈവം ആഗ്രഹിച്ചാൽ തന്നെ അവിടെ സുഖമായി കഴിഞ്ഞു. പക്ഷെ ഒരു പ്രതീകമാണ് ഈ അത്തിപ്പഴം കൊണ്ടുള്ള അടയും. നമ്മുടെ ഇന്നത്തെ പല ട്രീറ്റ്മെന്റുകളും അങ്ങനെയാണല്ലോ. ദൈവം തീരുമാനിക്കാതെ ഒരസുഖവും ഈ ലോകത്ത് ഭേദമാവുന്നില്ല. അവിടുത്തെ മരുന്നുകളും എല്ലാം ഇതുപോലെ ഓരോ പ്രതീകങ്ങൾ. ആ മരുന്നുകൾ അത് ദൈവം ആഗ്രഹിക്കാതെ ഒരിക്കലും ഒരു മരുന്നിനും സിദ്ധി കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ആ സത്യം കൂടെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഭാഗമാണിത് ശരിക്കും. എന്തായാലും നമുക്ക് 2 ചോദ്യങ്ങൾ കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഫാമിലി ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. ഓക്കെ, പേര് പറയുക. സ്റ്റീഫൻ കൊറയ. ഓക്കെ, ഭർത്താവാണ്. അതെ, പറയൂ, എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു ഷിപ്പിംഗ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. സീനിയർ മാനേജർ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ റിട്ടയർഡായി. ഓക്കെ ഓക്കെ. പക്ഷെ എന്നെ വീണ്ടും അവിടെ തന്നെ സീനിയർ കൺസൾട്ടന്റ് ആയിട്ട് അവിടെ ഞാൻ വർക്ക് ചെയ്യണം ഇപ്പോ. ഓക്കെ, ഇപ്പൊ എന്റെ 9ാമത്തെ വർഷമാണ് ഇപ്പോ. 58 റിട്ടയർഡായി. ഇപ്പൊ 9ാമത്തെ 67 വയസ്സായി എനിക്കിപ്പോ. ഇപ്പോഴവിടെ സീനിയർ കൺസൾട്ടന്റ് ആയിട്ട് തുടരുകയാണ്. സീ ഫുഡ്സ് ആണോ? സീ ഫുഡ്സ് അല്ല, ഷിപ്പിംഗ് കമ്പനിയാണ്. ഷിപ്പിംഗ് കമ്പനിയാണ്. ഓക്കെ, മറ്റേ സീ ഫുഡ്സ്, ടെക്സ്റ്റൈല്, ഗാർമെന്റ്സ്, എഞ്ചിനീയറിംഗ് ഗുഡ്സ് എല്ലാം ഇവിടുന്ന് കണ്ടെയ്നറിൽ നമ്മൾ മറ്റു രാജ്യങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അയക്കണം. എന്റെ ഹെഡ് ഓഫീസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. വെരി ഗുഡ്. വീടിന്റെ അടുത്ത് തന്നെ മരടിലാണ്. വളരെ സന്തോഷം. എങ്ങനെയാണ് മേഴ്സി ചേച്ചിയെ സഹായിച്ചത് ഈ സ്ട്രീറ്റിലേക്ക് വരാൻ, പഠിക്കാൻ? വളരെ നാളായിട്ട്, ഒരു കഴിഞ്ഞ 5 വർഷമായിട്ട് ബൈബിൾ പഠിക്കുക. അപ്പോൾ ഇടവക തലത്തിലും അതിരൂപ തലത്തിലെല്ലാം ബൈബിൾ ലോഗസ് ക്വിസിൽ കണ്ടിന്യൂസ് ആയിട്ട് 3 വർഷം ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. വെരി ഗുഡ്. 3 വർഷമായിട്ട് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. കഴിഞ്ഞ വർഷമാണ്, ഈ വർഷം 3rd ആയിപ്പോയി. ഓക്കെ. കാര്യം അതല്ല, എല്ലാ വർഷവും ഒരാൾക്ക് തന്നെ ദൈവം കൊടുക്കില്ലല്ലോ, മറ്റുള്ളവർക്കും കൊടുക്കണ്ടേ. പിന്നെ ബൈബിൾ വായിക്കാനായിട്ട് പ്രത്യേകിച്ച് പഠിക്കാനായിട്ട് പ്രത്യേക താല്പര്യവും. വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് ജോലി ചെയ്ത് തുടങ്ങും. പിന്നെ രാത്രി ഒരു 12:30 വരെ ഒട്ടു സമയങ്ങളെല്ലാം ബൈബിൾ പഠിക്കുകയാണ്. ഓക്കെ, അങ്ങനെയൊരു വ്രതമായിട്ട് എടുത്തിരിക്കുക. ഓഹോ. അവൻ എല്ലാ പ്രോത്സാഹനവും ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടവകയിലും ബൈബിൾ ക്വിസ് നടത്തുന്നുണ്ട്. അയാളുടെ ക്വിസ് മാസ്റ്ററാണ് അയാൾ. അച്ഛൻ തന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. വെരി ഗുഡ്. മേഴ്സി കൊറയ ക്വിസ് മാസ്റ്ററായിട്ട് എടുത്തിരിക്കുകയാണ്. നമ്മുടെ പരിശുദ്ധാവിന്റെ അടുത്തിരുത്താൻ യോഗ്യതയുള്ള ആള് എന്ന് പറഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. ഇത്രയും, അതായത് ബൈബിളിനെ ഇത്രയും സ്നേഹത്തോടെ പഠിക്കുകയും തീർച്ചയായിട്ടും കാനാൻ ദേശം സീസൺ 2 ഈ സീറ്റിൽ വന്നിരിക്കാൻ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ അർഹയാണ്. ഒത്തിരിയധികം സന്തോഷം മേഴ്സി ചേച്ചിയെ ഈ ചെയറിൽ കിട്ടിയതിന്. പോകാം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. റെഡി? കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ മേഴ്സി ചേച്ചിക്കുള്ള 3ാമത്തെ ചോദ്യം. ഇസ്രയേലിനെ ഞെരുക്കിയിരുന്ന ശക്തനായ ഒരു ഭരണാധികാരിയുടെ നാശം പ്രമേയമാക്കിയ ഗ്രന്ഥം ഏത്? ഇസ്രായേലിനെ ഞെരുക്കിയിരുന്ന ശക്തനായ ഒരു ഭരണാധികാരിയുടെ നാശം പ്രമേയമാക്കിയ ഗ്രന്ഥം ഏത്? ഓപ്ഷൻ എ സെഫാനിയ, ഓപ്ഷൻ ബി ഹഗ്ഗായി, ഓപ്ഷൻ സി ഹബക്കുക്ക് ആൻഡ് ഓപ്ഷൻ ഡി മലാക്കി. ഇസ്രയേലിനെ ഞെരുക്കിയിരുന്ന ശക്തനായ ഒരു ഭരണാധികാരിയുടെ നാശം പ്രമേയമാക്കിയ ഗ്രന്ഥം. ഓപ്ഷൻ എ ആണോ? ഉറപ്പാണെങ്കിൽ ഞാൻ ലോക്ക് ചെയ്യാം.
ഏതാണ് ഞാൻ ലോക്ക് ചെയ്യുന്നത്? സമയം തീരുന്നു, പറഞ്ഞോളൂ. ഓപ്ഷൻ എ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ എ, സെഫാനിയ. അത്ര ഉറപ്പ് പോരാ മുഖത്ത് നോക്കുമ്പോൾ. എനിഹൗ ചോദിക്കാം നമുക്ക്. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ എ, സെഫാനിയ, റോങ് ആൻസർ. അവർക്കാർക്കെങ്കിലും അറിയാമെന്ന് നമുക്കൊന്ന് ചോദിക്കാം. ശരിക്കും ഉള്ള ആൻസർ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സെഫാനിയ തെറ്റാണ്. ഹഗായി, ഹബക്കുക്ക്, മലാക്കി, 3 ഓപ്ഷൻസ് ഉണ്ട്. ഏതെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ? മലാക്കി. നോക്കാം നമുക്ക്. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ സി, ഹബക്കുക്ക് ഈസ് ദ റൈറ്റ് ആൻസർ. ഹബക്കുക്കിന്റെ പുസ്തകം ആമുഖത്തിലാണ് ഇത് പറയുന്നത്. കുറെ വായിച്ചു. കർത്താവിനോട് ചോദിക്കുന്ന 2 ചോദ്യങ്ങളും അതിനുള്ള മറുപടി അതൊക്കെ മനസ്സിൽ വന്നു. അതാണ് അത് ചില സമയത്ത് ഇന്ന് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ വന്നിരുന്ന പലർക്കും പറ്റുന്നതാണ്. കാരണം നമുക്ക് അറിയാവുന്ന ആൻസർ പോലും ചില സമയത്ത്, അത് ഞാൻ മുമ്പേ നമ്മൾ വൈദ്യശാസ്ത്രത്തിന്റെ കാര്യം പറഞ്ഞ പോലെ, ആ റൈറ്റ് മൊമെന്റിൽ ദൈവം തീരുമാനിക്കുന്ന പോലെ തന്നെയാണ് നടക്കുക. അപ്പം അത് ദൈവത്തിന്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കൂടുതൽ എനർജിയോടെ കോൺസെൻട്രേറ്റ് ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചേച്ചിയുടെ കൂടെ വന്ന അടുത്ത ആളിപ്പോൾ. എന്റെ പേര് ഗ്രേസി സൈമൺ. ഞാൻ ഇവരുടെ ഡിവിഷനിലെ മുൻ കൌൺസിലറും മരട് മുനിസിപ്പാലിറ്റിയിലെ വർക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്നു. കൂടാതെ ഇപ്പൊ ആതുര സേവന രംഗത്തും പൊതുപ്രവർത്തക രംഗത്തും, കൂടുതലായിട്ട് ആതുര സേവന രംഗത്താണ് ഞാൻ പ്രവർത്തിക്കുന്നത്. എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ പോലെയുള്ള ഐസൊലേഷൻ വാർഡ്, ക്യാൻസർ വാർഡ് മേഖലയിൽ. പിന്നെ മക്കൾ ഉപേക്ഷിച്ച അമ്മമാരെ വഴിയിൽ നിന്നും കിട്ടുകയാണെങ്കിൽ അവരെയൊക്കെ എടുത്ത് പരിചരിച്ച് എവിടെയെങ്കിലും അവർക്ക് പറ്റിയ സ്ഥലങ്ങളിലാക്കി കൊടുക്കും. ആദ്യത്തെ എന്റെ പൊതുപ്രവർത്തനം ഇവിടെ ഡിവൈനില് മദ്യപാനികളെയും ചെറുപ്പക്കാരെയൊക്കെ 2000 മുതൽ ഇവിടെ ധ്യാനം കുടിക്കാൻ കൊണ്ടുവരികയും തിരിച്ചു കൊണ്ടുവരും. കുറെ പേരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. രോഗികളെ ഇപ്പോഴും മിക്ക ശനിയാഴ്ചയും രോഗികളുമായിട്ട് ഇവിടെ വരാറുണ്ട്. ബ്രദേഴ്സ് ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന ചാരിറ്റബിൾ ട്രസ്റ്റുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ജനറൽ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഭക്ഷണം കൊടുക്കും എല്ലാ ദിവസവും രോഗികൾക്ക് ഉച്ചയ്ക്ക്. പിന്നെ ഐസൊലേഷൻ വാർഡിൽ കിടക്കുന്ന രോഗികളെ ശുശ്രൂഷിക്കല്. ഇനി ഞാൻ പറഞ്ഞില്ലേ, നിരാലംബരായ എല്ലാ രോഗികളുടെ അടുത്തും ഞങ്ങള് ചെന്നെത്താറുണ്ട്, തേടി പിടിച്ച് ചെല്ലാറുണ്ട്. അങ്ങനെയും ചെല്ലാറുണ്ട്, പറഞ്ഞു കേട്ടൊക്കെ. പിന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, വീടുകളിൽ കിടക്കുന്ന രോഗികളെ മറ്റേ ബെഡ് സോറൊക്കെ ഡ്രസ് ചെയ്യാനും എയർ ബെഡ് അങ്ങനത്തെ ഒക്കെ ഒപ്പിച്ച് എവിടെന്നെങ്കിലൊക്കെ ഇതാക്കി ഒപ്പിച്ചുകൊണ്ട് കൊടുക്കണം. തേടി പിടിക്കും. എന്റെ കയ്യിലൊന്നുമില്ല. ഞാൻ എന്റെ കാലൊരെണ്ണം ആർട്ടിഫിഷ്യലാണ്. ഒരെണ്ണം ആർട്ടിഫിഷ്യലാണ്. എങ്കിലും ഞാൻ വളരെ ദൈവം തെരഞ്ഞെടുത്തതായിട്ടാണ് എനിക്ക് തോന്നിയേക്കണേ. എന്നെ ചെറുപ്പം മുതൽ ഇങ്ങനെയുണ്ടോ? ചെറുപ്പം മുതൽ ഇങ്ങനെയുള്ള സേവനങ്ങൾ ചെയ്യാറുണ്ടോ? അടിപൊളിയാണ്. ഞാൻ രാഷ്ട്രീയത്തിലൊക്കെയുള്ള ആയിരുന്നു. എപ്പോ മുതലാണ് ഇങ്ങനെ ഒരു തിരിച്ചറിവ്? കാലിന്റെ ഒരു വിഷയത്തോടെ ഫസ്റ്റ് ഞാൻ വന്ന് ധ്യാനം കൂടുന്നതെല്ലാം ഡിവൈനിലാണ്. കാലെങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്? അതൊരു അപകടത്തിൽ നഷ്ടപ്പെട്ടതാണ്. അതിനുശേഷം ആ റെസ്റ്റ് എടുക്കുന്ന സമയത്തായിരിക്കും ചിന്തകൾ. അന്നേരം ഹോസ്പിറ്റൽ വാസത്തിലാണ് ഇങ്ങനൊരു ഇതിലോട്ട് ഒരു പ്രചോദനമാകാൻ ബ്രദേഴ്സ് ഹോളി സ്പിരിറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റാണ് എന്നെ കൈപിടിച്ചുയർത്തിയെന്ന് പറയാൻ വളരെയധികം അഭിമാനത്തോടെ. എങ്കിലും കുറെ കൂട്ടുകാരും പിന്നെ അന്ന് ഞങ്ങളുടെ പള്ളിയിലിരുന്ന ബോസ്കോ പനക്കൽ എന്ന് പറഞ്ഞ അച്ഛൻ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴും അച്ഛൻ വല്ലപ്പോഴും കാണും. ഇത്രയും വലിയ ഉയർച്ചയിലെത്തിയ ദൈവം തെരഞ്ഞെടുത്തതായിട്ട് തന്നെ എനിക്ക് ആദ്യമൊക്കെ സങ്കടമായിരുന്നു. ദൈവം എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ തന്നേന്ന്. ആ തിരിച്ചറിവ് ഇതൊക്കെ ധ്യാനം കൂടിക്കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ദൈവം മറ്റുള്ളവർക്ക് വേണ്ടി എന്നെ തെരഞ്ഞെടുത്തതാണെന്നുള്ള തിരിച്ചറിവ് ഇപ്പൊ ബോധ്യമുള്ളതുകൊണ്ട് എനിക്കൊരു വിഷമവുമില്ല. നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിലെ എപ്പിസോഡുകളിൽ ഒന്ന് പറഞ്ഞതുപോലെ സഹനം ലഭിക്കുന്ന സമയത്ത് നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്താനും എന്തുകൊണ്ട് എനിക്കിത് വന്നു എന്ന് കരയാനും ഉണ്ടെങ്കിലും കുറച്ചുനാളത്തെ ക്ഷമയോടെയുള്ള കാത്തിരിപ്പിൽ എന്തായിരുന്നു അതിന്റെ ആൻസർ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. എന്തുകൊണ്ടാണ് ഈ ചേച്ചിയെ ഇന്ന് തെരുവിൽ അലയുന്ന ദൈവങ്ങൾക്ക് വേണ്ടി, തെരുവിൽ അലയുന്ന ദൈവങ്ങളെ കണ്ടെത്തി അവർക്ക് ശുശ്രൂഷ കൊടുക്കാൻ വേണ്ടി
പ്രാപ്തയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് ആ കാല് നഷ്ടപ്പെട്ടത് എന്ന് ഇന്ന് അവർ തന്നെ തിരിച്ചറിയുന്ന സന്ദർഭമാണിത്. അതാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയാം. ശരിക്കും സഹനങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാവരും ചോദിക്കും, നീതിമാൻ എന്തുകൊണ്ടാണ് എനിക്കിത് വന്നത്. എന്റെ ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് അങ്ങനെയുള്ള ഒരു പരീക്ഷണം ഘട്ടങ്ങള് അതിനെ കാലം നഷ്ടപ്പെട്ടപ്പോഴും, പക്ഷെ അതിനെയൊക്കെ മറികടന്ന് തമ്പുരാൻ എന്നെ ഇവിടെ പലപ്പോഴും ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെട്ടപ്പോഴും, എന്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാൻ താമസിക്കുന്നത്, അമ്മച്ചി ഞാനുമായിരുന്നു, അമ്മച്ചി മരിച്ച്. എങ്കിലും ഈ പ്രവർത്തനമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനോടെല്ലാം പൊരുത്തപ്പെട്ട് ഒത്തിരി പേരുണ്ടല്ലോ, അതായത് എല്ലാവരുടെ ജീവിതത്തില് ഒരു രാത്രി മാത്രമേ ഞാൻ ഒറ്റപ്പെടാറുള്ളൂ. പകല് മുഴുവൻ എനിക്ക് ഒത്തിരി പേര് എന്റെ ചുറ്റിലും എല്ലാ മേഖലയിലും. സമൂഹം അവഗണിക്കുന്ന ആൾക്കാർ, തെരുവിൽ അനാഥരായിട്ട് നടക്കുന്ന ആൾ, സമൂഹം അവഗണിക്കുന്നവരാണെങ്കിലും അവരാണ് ദൈവത്തിന്റെ കണ്ണിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ. അവരാണ് ചേച്ചിയുടെ സുഹൃത്തുക്കൾ. അത് ശരിക്കും പുണ്യമല്ലേ? എനിക്കുണ്ട്. ഒത്തിരി സന്തോഷം പരിചയപ്പെട്ടതിൽ. ഞാൻ അടുത്ത ആളിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റെഡി? കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ മേഴ്സി ചേച്ചിക്കുള്ള 4ാമത്തെ ചോദ്യം. അവന്റെ കൈ എല്ലാവർക്കും എതിരായും എല്ലാവരുടെയും കൈ അവനെതിരായും ഉയരും. ആരെക്കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്? അവന്റെ കൈ എല്ലാവർക്കും എതിരായും എല്ലാവരുടെയും കൈ അവനെതിരായും ഉയരും. ആരെക്കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ ഇസഹാക്കിനെ കുറിച്ച്, ഓപ്ഷൻ ബി ഇസ്മായേലിനെ കുറിച്ച്, ഓപ്ഷൻ സി കായനെ കുറിച്ച്, ആൻഡ് ഓപ്ഷൻ ഡി ഏസാവിനെ കുറിച്ച്. ബി ഇസ്മായേലിനെ കുറിച്ച്. ഇതിൽ ചേച്ചിക്ക് ഡൗട്ടൊന്നും ഇല്ലാന്ന് വിചാരിക്കും. ലോക്ക് ചെയ്യാലോ? കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി ഇസ്മായേലിനെ കുറിച്ച്. ഇത് വായിച്ച ഭാഗമാണ് അല്ലേ? ചോദിക്കാം നമുക്ക്. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ ബി ഇസ്മായേലിനെ കുറിച്ച് റൈറ്റ് ആൻസർ. ഉൽപ്പത്തി 16:12 ഈ ഭാഗം പറയുന്നത്. അപ്പോൾ 4 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. സിൽവർ റൗണ്ടിൽ ചേച്ചിയുടെ സ്കോർ അറിയാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ മേരി മേഴ്സിക്ക് ലഭിക്കുന്ന പോയിന്റ്സ്. ഫോർ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10 points, second question 10 points, and third question no points. The last question, that is the silver question, is 10 points, and total silver roundil മേരി മേഴ്സിക്ക് ലഭിക്കുന്ന points 30 points. 30 points ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ സന്തോഷമല്ലേ? അത്ര സന്തോഷം പോരാ. ഇനിയും 2 റൗണ്ടുകൾ കിടക്കുകയാണ്. മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന, കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന 2 റൗണ്ടുകൾ. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ പ്രതീക്ഷയോടെ ഇരിക്കാം. അങ്ങനെ തന്നെ അടുത്ത റൗണ്ടിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 ദ നെക്സ്റ്റ് റൗണ്ട്, ഗോൾഡൻ റൗണ്ട്. ഗോൾഡൻ റൗണ്ടിലും 4 ചോദ്യങ്ങളാണ്. ഇവിടെ ഓപ്ഷൻസ് ഉണ്ടാവില്ല. ആൻസർ അറിയില്ലെങ്കിൽ മുമ്പിലിരിക്കുന്ന ബൈബിൾ നോക്കി ആൻസർ ചെയ്യാനുള്ള അവസരമുണ്ട്. അങ്ങനെ ഒരു ലൈഫ് ലൈൻ ഉണ്ട്. അങ്ങനെ ആൻസർ ചെയ്യുകയാണെങ്കിൽ 10 പോയിന്റ്സിന് പകരം 5 പോയിന്റ്സ് ആണ് ലഭിക്കുക. ഇവിടെയും 2 ചോദ്യങ്ങൾ അടുത്ത് തെറ്റായാൽ 10 പോയിന്റ്സ് മൈനസ് ആവും. മറിച്ച് 4 ചോദ്യങ്ങളും റൈറ്റ് ആണെങ്കിൽ 10 പോയിന്റ്സ് ബോണസ് ലഭിക്കും. ടോട്ടൽ 50. ഇതാണ് ഗോൾഡൻ റൗണ്ടിന്റെ ഡിസൈൻ. റെഡി? കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ മേഴ്സി ചേച്ചിക്കുള്ള ആദ്യത്തെ ചോദ്യം. യേശുവിനെ ബന്ധിച്ച ശേഷം ആദ്യം കൊണ്ടുപോയത് ആരുടെ അടുത്തേക്കായിരുന്നുവെന്നാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്? യേശുവിനെ ബന്ധിച്ച ശേഷം ആദ്യം കൊണ്ടുപോയത് ആരുടെ അടുത്തേക്കായിരുന്നുവെന്നാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്? പ്രധാന പുരോഹിതനായ അന്നാസിന്റെ അടുത്തേക്ക്. പ്രധാന പുരോഹിതനായ അന്നാസിന്റെ അടുത്തേക്ക്. ഉറപ്പാണ്? ചോദിക്കാമല്ലോ. കമ്പ്യൂട്ടർ പ്ലീസ്. അന്നാസിന്റെ അടുത്തേക്ക് റൈറ്റ് ആൻസർ. ഞാൻ ഉറപ്പാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഡൗട്ട് വന്നു. സാറിന് ചോദിച്ചപ്പോൾ ഡൗട്ട്. അപ്പൊ അത്രയും ഉറപ്പേ ഉണ്ടായിരുന്നുള്ളൂ ആൻസറിന്? ഞാൻ പഠിച്ചു. ഞാൻ ചോദിച്ചപ്പോ
റൈറ്റ് ആൻസർ ആണ്. അപ്പോൾ ഗോൾഡൻ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം ഭംഗിയായിട്ട്. നമുക്ക് ഒരാളെ കൂടെ പരിചയപ്പെടാനുണ്ട്, അങ്ങോട്ട് പോയിട്ട് വരാം. ശരി. എന്റെ പേര് ആന്റണി. ഞാനൊരു എറണാകുളത്തുള്ള സ്വകാര്യ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രോജക്ട് മാനേജ്മെന്റ് ആൻഡ് കൺസൾട്ടൻസിയാണ്. അതുകൂടാതെ ഹോളി ക്രോസ് മതബോധന വിഭാഗത്തിന്റെ PTA സെക്രട്ടറി ആയിട്ടും സേവനമനുഷ്ഠിക്കുകയാണ്. എന്റെ വൈഫും അവിടുത്തെ ക്ലാസ് ടീച്ചറാണ്. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് മതബോധന വിഭാഗത്തിൽ. ഞങ്ങള് കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ആ പള്ളിയിൽ ഉണ്ണീശോയ്ക്കൊരു കുഞ്ഞുടുപ്പ് എന്നൊരു പ്രോഗ്രാം ചെയ്തിട്ട് കുട്ടികളുടെ ഉടുപ്പ് കളക്ട് ചെയ്യുന്ന ഒരു പരിപാടി ക്രിസ്മസിനോടനുബന്ധിച്ച്. അപ്പോ അങ്ങനെ കളക്ട് ചെയ്യുന്ന ഉടുപ്പ് ഇവിടെയുള്ള അനാഥരായ കുട്ടികൾക്കും മറ്റുള്ളവർക്കുമായിട്ട് വിതരണം ചെയ്യാറാണ് ചെയ്തിരുന്നത്. കഴിഞ്ഞ 2 വർഷം മുമ്പ് അവിടെ വന്നൊരു അച്ഛൻ പറഞ്ഞത് ഉണ്ണീശോ ഇപ്പോൾ വലുതായി, ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു, ഇപ്പൊ വലിയവർക്കാണ് അതുകൊണ്ടുള്ള ആവശ്യം നേടുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് മുതിർന്നവർക്കുള്ള ഉടുപ്പുകൾ കളക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കളക്ട് ചെയ്ത കുറേയധികം നൈറ്റി ആയാലും സാരി ആയാലും ഡ്രസ്സായാലും അങ്ങനെ കളക്ട് ചെയ്ത് ഈ ചേച്ചി പറഞ്ഞതുപോലെ ഈ രോഗികളും ആരും അന്വേഷിക്കാനും ശുശ്രൂഷിക്കാനും ഇല്ലാത്തവർക്ക് ഞങ്ങൾ നൽകാറുണ്ട്. ഈ വർഷവും ക്രിസ്മസിനോടനുബന്ധിച്ച് കുറേയധികം ഡ്രസ്സുകൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോ ഈ അടുത്ത മാസത്തോടുകൂടി ഞങ്ങൾ എല്ലായിടത്തും പോയി വിതരണം ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഇടവകയിൽ തന്നെയുള്ള ആൾക്കാർക്ക് ആദ്യം വിതരണം ചെയ്യുമോ അതോ? അല്ല, ഇടവകയിൽ ആവശ്യം വരുന്നവരുണ്ടെന്ന് തോന്നിയാൽ ഞങ്ങൾ കൊടുക്കാറുണ്ട്. കൂടാതെ കൂടുതലും നൽകുന്നത് ഈ വൃദ്ധരും രോഗികളുമായവർക്ക് വേണ്ടിയിട്ടും പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഒത്തിരിയധികം എന്താ പറയാ, നമുക്ക് സ്വാംശീകരിക്കാവുന്ന ഒരു ഘടകമുണ്ടല്ലേ അതില്. നല്ലൊരു കൺസെപ്റ്റാണ്. ഇതാരാണ് അവിടെ നിങ്ങളുടെ വികാരിയച്ഛന്റെ ഞങ്ങളുടെ വികാരിച്ചം വരുന്നതിന് മുന്നേ തുടങ്ങിയതാണ്. ഇപ്പൊ അച്ഛൻ വന്നിട്ട് 2 വർഷത്തോളമായുള്ളൂ. പക്ഷെ ഇതിനു മുന്നേ ഇരുന്ന ഞങ്ങളുടെ കാറ്റഗറി ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ അധ്യാപകരും PTA അംഗങ്ങളും കൂടി എടുത്ത തീരുമാനമാണിത്. പണമായിട്ട് നൽകുന്നതിൽ അർത്ഥമില്ല, കാരണം പണം എല്ലാവർക്കും കൊടുക്കുന്നതാണ്. പക്ഷെ ഈ വസ്ത്രങ്ങൾ നൽകുക എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ട് തോന്നിയത് എല്ലാവരുടെ അഭിപ്രായം അനുസരിച്ചാണ് ഞങ്ങൾ ചെയ്തത്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല ഒരു എന്താ പറയാ ഒരു അറ്റംപ്റ്റ് ആണത്. ശരിക്കും ഞാൻ ആലോചിക്കുകയാണ്, നമ്മുടെയൊക്കെ ഓരോ ഇടവകയിലും ഇങ്ങനെയുള്ള, അതായത് ഒരു ഇടവകയിൽ വരുന്ന ഓരോ കുർബാനയ്ക്കും ഇതുപോലുള്ള കാഴ്ചവെപ്പിന്റെ സമയത്ത് ഇങ്ങനെ ആ ഇടവകയിൽ വേണ്ടപ്പെട്ടവർക്ക്, അതായത് നീഡി ആയിട്ടുള്ള പീപ്പിൾസ് ഒത്തിരി പേരുണ്ട്. നമ്മൾ ഓരോ ഇടവകയിൽ നോക്കിയാൽ, കാരണം പലരും പുറത്ത് പറയാൻ മടിക്കുന്നുണ്ടാവും. എന്റെ വീട്ടിൽ ഇല്ല, ഭക്ഷണം കഴിക്കാനില്ല, അല്ലെങ്കിൽ സ്കൂളിൽ വരുന്ന കുട്ടികൾ പോലും, കാരണം കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് അവർക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. അത് തേടി പിടിച്ച് അറിഞ്ഞ് അങ്ങനെ ഒരു ഇടവകയിലെ ജനങ്ങളെല്ലാവരുടെ കൂടി നമ്മുടെ ഒരു ഇടവകയിൽ ഓരോ ഇടവകയിലും അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ തന്നെ എനിക്ക് തോന്നുന്ന ഒരു വർഷം വേണ്ട, അതിനുള്ളിൽ പട്ടിണി മാറ്റാനും പല പല സഹായങ്ങൾ ചെയ്യാനും നമുക്ക് ഒരു ഇടവകയിൽ കൂടെ കഴിയും. ഇങ്ങനെയുള്ള, അതായത് ഈ കാഴ്ചവെപ്പിന്റെ സമയത്ത് നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുന്നത് ആ ഇടവകയിൽ തന്നെ ഉള്ള നീഡി പീപ്പിൾസ്, അത് ഏത് മതസ്ഥരായിക്കോട്ടെ, എല്ലാം ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ ആർക്കാണ് ഏറ്റവും കൂടുതൽ അത്യാവശ്യമെന്ന് തേടിപ്പിടിച്ച് അങ്ങനെ ഒരു, ഞാൻ പലപ്പോഴും ഭാവനയിൽ കാണാറുണ്ട് അങ്ങനെ ഒരു ഇടവക. അതായത് ആ ഇടവകയിലെ എല്ലാ ഇടവക അംഗങ്ങളും അച്ഛന്മാരും എല്ലാവരുടെ കൂടി ഒരു തീരുമാനം എടുക്കുക, ഇനി അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ ഈ ഒരു ഇടവകയിലെങ്കിലും വീടില്ലാത്തവരുണ്ടാവരുത്, ഭക്ഷണം കഴിക്കാത്തവരുണ്ടാവരുത് എന്നൊരു തീരുമാനം എടുത്താൽ തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ് എന്റെ ഒരു പ്രാർത്ഥനയും എന്റെ ഒരു കൺസെപ്റ്റും. അതുപോലെ ഇത് കേട്ടപ്പോഴാണ് ഞാൻ പെട്ടെന്ന് അങ്ങനെയുള്ള ഇതിനെപ്പറ്റി ആലോചിക്കുന്നത്. ശരിക്കും വളരെ നല്ല ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരു ക്ലാസ് ടീച്ചർ ചെയ്തത്, അതായത് മമ്മിയുടെ മകള് തന്നെ നീതു ടീച്ചർ ചെയ്തത്, ആ ക്ലാസ്സിലെ കുട്ടികളുടെ കാഴ്ചവെപ്പിന് വേണ്ടിയിട്ട് ഒരു കുടുംബത്തെ സെലക്ട് ചെയ്ത്, അതായത് അവരുടെ ഭാര്യയ്ക്കും ഭർത്താവിനും ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്. പെൺകുട്ടികളാണ് അവർക്കുള്ളത്, അവരുടെ വിവാഹം കഴിഞ്ഞവർ വേറെയാ. ആ കുട്ടികളെ കൊണ്ട് കാഴ്ചവെപ്പിന് കൊണ്ടുവന്ന അവർക്ക് ഒരു കുടുംബത്തിന് വേണ്ട അരി, മുളക്, അങ്ങനെയുള്ള മസാല, എണ്ണ, അങ്ങനെയുള്ള പല സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അതാണ് ആ ആഴ്ചയിൽ കാഴ്ച സമർപ്പണമായിട്ട് ലഭിച്ച് അത് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അത് പബ്ലിക്കായിട്ടല്ല ഞങ്ങൾ കൊടുക്കുന്നത്, അവർ മാത്രം അറിയാവുന്ന രീതിയിൽ ആ ടീച്ചർ മാത്രമായിട്ടാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ അരി ഈ ചില സമയത്ത് ഓരോരുത്തരുടെ അരി വാങ്ങിച്ചിട്ട് പല വീടുകളിലും കൊടുക്കാറുണ്ട്. പക്ഷെ അതൊന്നും പരസ്യമായിട്ട് കൊടുക്കുന്നില്ല എന്ന് മാത്രം, ആ വീട്ടുകാർ മാത്രം അറിഞ്ഞാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഇടവകയിൽ കൊടുക്കുമ്പോൾ വസ്ത്രങ്ങൾ കൊടുക്കുകയാണെങ്കിലും ആ വീട്ടുകാർ മാത്രമേ അറിയുള്ളൂ, ആർക്ക് കൊടുക്കുന്ന ഒരു ടീച്ചർ പോലും അറിയാത്ത കാര്യമാണ്. അതാണ് യഥാർത്ഥ നന്മ. അതായത് സഹായം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണമെന്നാണ് നമ്മളോട് യേശുനാഥൻ കാണിച്ചു തന്നിരിക്കുന്നത്. അതല്ലേ, അത്രയും രഹസ്യമായിട്ട് വേണം, കാരണം അയാളുടെ മറ്റൊരാളുടെ ഫീലിംഗിനെ ഹർട്ട് ചെയ്യാൻ പാടില്ല നമ്മൾ. വളരെ സന്തോഷം. പേരൊന്നുകൂടെ പറയാമോ?
ആന്റണി. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ മേഴ്സി ചേച്ചിക്കുള്ള രണ്ടാമത്തെ ചോദ്യം. സഭാപ്രസംഗകൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണെന്നാണ് കരുതപ്പെടുന്നത്? സഭാപ്രസംഗകൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണെന്നാണ് കരുതപ്പെടുന്നത്? സഭാപ്രസംഗകൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണെന്നാണ് കരുതപ്പെടുന്നത്? ഗോൾഡൻ റൗണ്ടിൽ രണ്ടാമത്തെ ചോദ്യമാണ്. ആലോചിച്ച് ആൻസർ ചെയ്യാം. സോളമൻ. ഉറപ്പാണോ? ഉറപ്പാണ്. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. സോളമൻ റൈറ്റ് ആൻസർ. ഇത് വളരെ ഉറപ്പുള്ള ആൻസർ ആയിരുന്നു അല്ലേ? വായിച്ച് നല്ല പരിചയമുള്ള പ്രിയപ്പെട്ട ഭർത്താവ് പറഞ്ഞു രാവിലെ എണീറ്റ് ജോലികൾ തീർത്ത് വൈകുന്നേരം 12 മണി വരെ ബൈബിൾ പഠിക്കുന്ന ഒരു മേഴ്സി ചേച്ചി. സുഹൃത്ത് പറഞ്ഞു വേദപാഠം മതപഠനത്തിലെല്ലാം വളരെ അതിൽ ആക്റ്റീവായിട്ടുള്ള ആള്, ക്വിസ് കോമ്പറ്റീഷന്റെ മാസ്റ്റർ. ഇതിലേക്കൊക്കെ വരുന്നതിന് ഒരു കാരണമുണ്ടാവും. ദൈവാനുഭവത്തിലേക്ക് പലരും ദൈവത്തിലേക്ക് അടുക്കാനായിട്ട് തിരിച്ചറിയാനായിട്ടൊക്കെ ഓരോരോ കാരണങ്ങളുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ദൈവാനുഭവങ്ങൾ? കുട്ടിയായിരുന്നപ്പോ മുതൽ വീട്ടിലെ ഡാഡി മമ്മിയും നല്ലോണം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന കുടുംബമായിരുന്നു ഞങ്ങളുടെ. പ്രാർത്ഥനകളെല്ലാം നിർബന്ധമായിട്ട് ചെല്ലുകയും അങ്ങനെ ഒത്തിരി ദൈവവിശ്വാസത്തിൽ വളർന്നതാണ്. പക്ഷെ ബൈബിള് വായിക്കാന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞൊരു 8 വർഷമൊക്കെ ആയിട്ടുള്ളൂ ബൈബിളിനോട് താല്പര്യം തോന്നിയിട്ട്. അല്ലാണ്ട് ദൈവവിശ്വാസം ഉണ്ട് എങ്കിലും ബൈബിളിനോടുള്ള ആ ആഗ്രഹമൊക്കെ തോന്നി തുടങ്ങിയത് ഈ ലോഗോസ് ക്വിസിനോടൊക്കെ അടുത്ത് വന്നപ്പോഴാണ്. ഇഷ്ടമാണ്, ഈശോ ഒരുപാട് ഇഷ്ടമാണ്, ഈശോ ഒത്തിരി വിശ്വാസമാണ്. എങ്കിലും ബൈബിൾ വചനങ്ങൾ പഠിക്കാൻ തുടങ്ങിയത് ഈ ലോഗോസ് ക്വിസിനൊക്കെ മത്സരങ്ങൾ തുടങ്ങി പിന്നെയാണ് ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ. ബൈബിൾ പഠിക്കുന്ന ഇപ്പം ഇവിടെ വരുന്ന മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് ഈ കാനാൻ ദേശം അല്ലെങ്കിൽ ലോഗോസ് ക്വിസ് ഇതിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി വചനങ്ങൾ പഠിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ ചോദിക്കുന്ന ഈ വചനങ്ങൾ നമ്മൾ ഒരു മത്സരത്തിന് വേണ്ടി പഠിക്കുമ്പോൾ നമ്മളത് സാധാരണ വായിക്കുമ്പോഴും ഉണ്ടാകുന്നു. ഈ വചനങ്ങൾക്ക് വേണ്ടി നമ്മൾ പഠിക്കുന്നു, ആ പഠനത്തോടൊപ്പം നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാവുന്നില്ലെങ്കിൽ ഈ ഒരു ക്വിസ് കോമ്പറ്റീഷൻ കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടാകില്ല. ഞാൻ ചോദിച്ചാൽ ഒരു മത്സരത്തിന് വേണ്ടി പഠിക്കാൻ കുറെ വചനങ്ങൾ കാണാപ്പാഠം പഠിച്ചു വെക്കുക എന്നുള്ളതല്ലാതെ ഈ വചനങ്ങൾ പുതിയ വചനങ്ങൾ അറിയുമ്പോൾ അതിലേക്കൊക്കെ വരാറുണ്ട്. ഞാനിപ്പോ എനിക്ക് ഈ വചനം വായിക്കുമ്പോൾ ഒരുപാട് ഈശോനെ കൂടുതൽ അറിയാൻ തുടങ്ങിയത്. അല്ലാതെ നമുക്ക് ഒരുപാട് അറിവില്ല ഈശോയെ പറ്റി. അപ്പൊ ചെറുപ്പത്തിലെ പറഞ്ഞു കേട്ടിട്ടുള്ള നമ്മുടെ എല്ലാം ദൈവമാണ്, ദൈവം അല്ലാണ്ട് നമുക്ക് മറ്റാരുമില്ല, ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ ജീവിച്ചു വളർന്നു. അല്ലാണ്ട് കൂടുതൽ ദൈവത്തെ പറ്റി അറിയാൻ തുടങ്ങിയത് ബൈബിൾ വായിക്കാൻ തുടങ്ങിയത്. അപ്പൊ വായിച്ചു തുടങ്ങും തോറും കൂടുതൽ അറിയാനും വായിക്കാനും ഈശോ സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ഒരു പ്രചോദനമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ബൈബിളിനെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഒരു ദിവസം ശരിക്കും ഒരു 4-5 മണിക്കൂർ ഞാൻ ബൈബിള് വായിക്കും. അതെനിക്ക് ഒത്തിരി ആഗ്രഹം. എത്ര നേരം വായിച്ചാലും എനിക്ക് മടുപ്പില്ല. വായിക്കുമ്പം അതിലെനിക്ക് പലരും എന്നോട് സങ്കടങ്ങളൊന്ന് പറയാറുണ്ട്. അപ്പൊ അവർക്കൊന്ന് ആശ്വസിപ്പിക്കാൻ, അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ, ദൈവത്തിലേക്ക് അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്നത് ഈ ബൈബിള് വായിക്കുന്നതുകൊണ്ട്. അത് ഞാൻ ചെറിയൊരു സുവിശേഷ പ്രഘോഷണം തന്നെയാണ്. എന്റെ ഒരു ആഗ്രഹം ഒരു ചെറിയൊരു സുവിശേഷ പ്രഘോഷമായിട്ട് ജീവിച്ചു മരിക്കണമെന്നാണ് ഇപ്പൊ എന്റെ ആഗ്രഹം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു വേദിയായിട്ടാണ് ഞാൻ ഈ ബൈബിൾ ക്വിസുകൾ കാണുന്നതും ഈ ബൈബിള് വായിക്കുന്നതും. ഈശോയുടെ ഇത് വായിക്കുമ്പോൾ എന്റെ ഈശോ എന്നോട് ചേർന്നിരിക്കുന്ന പോലെ തോന്നും, വായിക്കുമ്പോൾ ഈശോയോട് സംസാരിക്കുന്ന പോലെ തോന്നും. അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് എപ്പോഴും ഉണ്ട് ഇപ്പോ. പിന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും എന്റെ കുഞ്ഞുങ്ങളോടാണ് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. കാറ്റഗിസം ക്ലാസ്സിലാണെങ്കിൽ എന്റെ കുട്ടികൾക്ക് എന്നെ ഭയങ്കര ജീവനാ. ഈ വർഷം ഞാൻ കാറ്റഗിസം ടീച്ചറായിട്ട് അവിടെ ചെന്നത് ഈ ജൂണില്. പക്ഷെ അവിടെയുള്ള ടീച്ചർമാരിൽ ഏറ്റവും നല്ല ടീച്ചറിനും എല്ലാ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചറിനുള്ള ബഹുമതി എനിക്കുണ്ട് ഇപ്പോ. എന്റെ ഈ പ്രാവശ്യം ബർത്ത്ഡേ പോലും എന്റെ കുട്ടികളാണ് സെലിബ്രേറ്റ് ചെയ്തത്. അവര് കേക്ക് വാങ്ങിച്ചു, കേക്ക് മുറിച്ചു, ഡ്രസ്സ് എടുത്തു വന്നു, വീട്ടിൽ വന്നു. അപ്പൊ അങ്ങനെ എല്ലാ കുട്ടികൾക്കും അത്ര കാര്യമാണ്. കുറച്ചാളല്ലേ ആയുള്ളൂ ക്ലാസ് തുടങ്ങിയിട്ട്. കുട്ടികളാണെങ്കിൽ ടീച്ചർ എന്നേക്കാളും എന്നെ അവർ മമ്മീന്നാ വിളിക്കുന്നത്. എനിക്കൊരു അസുഖമാണെന്ന് പറഞ്ഞാൽ അപ്പൊ ഓടി എന്റെ വീട്ടിലൊരു എന്നെ കാണാൻ. അത്ര ഇഷ്ടം എന്റെ കുട്ടികൾക്ക്. അപ്പൊ ഈ വേദിയിലേക്ക് വന്നതുകൊണ്ടാണല്ലോ എനിക്ക് അതൊക്കെ സാധിച്ചത്. ഇപ്പൊ എന്റെ സമ്പാദ്യങ്ങൾ തന്നെ ഇതെല്ലാം തന്നെ എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം.
വളരെ സന്തോഷം. കാരണം ഒത്തിരി വേദപാഠ ടീച്ചേഴ്സിന് മാതൃകയാക്കാൻ പറ്റിയ ഒരു ആളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. കാരണം ഒത്തിരി ഇപ്പം നമ്മൾ നോക്കിയാൽ ഓരോ ചർച്ചിലും ഉണ്ടാവും ഇങ്ങനെ വളരെയധികം അവരുടെ ഡെയിലി അനുദിന ലൈഫിൽ നിന്നും സമയം കണ്ടെത്തി വേണം. കാരണം ജോലി ചെയ്യുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ പലരും അവര് ഡെയിലി ഓരോ ദിവസങ്ങളിലും ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അതിന്റെ ഇടയ്ക്ക് ഒരു ഞായറാഴ്ചയാണ് കിട്ടുന്നത്. അന്നത്തെ ദിവസം കുട്ടികൾക്ക് വേണ്ടി ഇത്രയും എന്താ പറയാ ഹൃദയം മാറ്റിവെച്ചു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്നേഹം കാണിക്കുന്ന ടീച്ചേഴ്സ് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് വിലപ്പെട്ട ഒരു സമ്പത്താണ് എന്ന് ഞാൻ പറയും. സന്തോഷം. കൂടുതൽ ചേച്ചിയെ പരിചയപ്പെടാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ മേഴ്സി ചേച്ചിക്കുള്ള മൂന്നാമത്തെ ചോദ്യം. വെളിപാട് പുസ്തകത്തിൽ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീയെക്കുറിച്ച് വിവരിക്കുന്നത് എത്രാമത്തെ അധ്യായത്തിലാണ്? വെളിപാട് പുസ്തകത്തിൽ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീയെക്കുറിച്ച് വിവരിക്കുന്നത് എത്രാമത്തെ അധ്യായത്തിലാണ്? ഗോൾഡൻ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യമാണ്. 12ാമത്തെ അധ്യായം. 12ാമത്തെ അധ്യായം. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. ചോദിക്കട്ടെ? കമ്പ്യൂട്ടർ പ്ലീസ്. 12ാം അധ്യായത്തിൽ റൈറ്റ് ആൻസർ. ഗോൾഡൻ റൗണ്ട് മുതൽ സ്റ്റഡി ആയിട്ടുള്ള പോക്കാണ്. സന്തോഷമല്ലേ ഇപ്പോ? സന്തോഷം. ഇപ്പൊ സന്തോഷമായി. അപ്പൊ ഞാന് മേഴ്സി ചേച്ചിയുടെ പേരൻസിനെ പറ്റി ചോദിച്ചില്ല, അവരെ പറ്റി ഒന്നും പറഞ്ഞില്ല ഇതുവരെ. എന്റെ ഡാഡി മരിച്ചുപോയി, 17 വർഷമായി. എന്റെ മമ്മി ഇപ്പോഴും ഉണ്ട്. മമ്മിയാണ് എനിക്ക് ഈ ബൈബിൾ പഠിക്കാനൊക്കെ കൂടുതൽ പ്രചോദനം നൽകിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ ആഴ്ചയും എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ബൈബിൾ ക്വിസൊക്കെ വരുമ്പോഴേക്കും മമ്മി കുറച്ച് ദിവസം എന്റെ കൂടെ വന്ന് നിൽക്കാറുണ്ട്. അപ്പൊ ഞാൻ നോട്ട്സ് ഒക്കെ എഴുതിയാണ് പഠിക്കുന്നത്. നോട്ട്സൊക്കെ എഴുതി പഠിക്കുന്നത്. മമ്മീനോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അങ്ങനെ ഒരുപാട് ആഗ്രഹമുള്ള അമ്മയാണ്. വേദിയിലൊക്കെ ഞാൻ ഇങ്ങനെ ബൈബിൾ ക്വിസിലൊക്കെ പങ്കെടുക്കുക ജയിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി സന്തോഷിക്കുന്ന ഒരു അമ്മയാണ് എന്റെ. ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ്. തീർച്ചയായിട്ടും അമ്മമാരാണ് എപ്പോഴും അങ്ങനെ സഹായിക്കാറ്, കൂടുതലും ബൈബിൾ പഠനത്തിലേക്ക് നമ്മളെ. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലൂടെ പോയിട്ട് വന്നാലോ? റെഡി? കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ മേഴ്സി ചേച്ചിക്കുള്ള 4ാമത്തെ ചോദ്യം. അറുപതാം സങ്കീർത്തനം അനുസരിച്ച് കർത്താവ് തന്റെ പാദുകം അഴിച്ചുവെക്കുന്നത് എവിടെയാണ്? 60ാം സങ്കീർത്തനം അനുസരിച്ച് കർത്താവ് തന്റെ പാദുകം അഴിച്ചുവെക്കുന്നത് എവിടെയാണ്? ഗോൾഡൻ റൗണ്ടാണ്. ആൻസർ അറിയില്ല എങ്കിൽ ലൈഫ് ലൈൻ യൂസ് ചെയ്യാനുള്ള അവസരമുണ്ട്. ലൈഫ് ലൈൻ. 60ാം സങ്കീർത്തനം അനുസരിച്ച് കർത്താവ് തന്റെ പാദുകം അഴിച്ചുവെക്കുന്നത് എവിടെ? ഏതോമിൽ. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഏതോമിൽ റൈറ്റ് ആൻസർ. സങ്കീർത്തനം 60:8. 4 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഗോൾഡൻ റൗണ്ടിൽ. മേഴ്സി ചേച്ചിയുടെ സ്കോർ അറിയാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. ഗോൾഡൻ റൗണ്ടിൽ മേരി മേഴ്സിക്കുള്ള പോയിന്റ്സ്. For the first question, 10 points. Second question, 10 points. And third question, again 10 points. The last question, that is the golden question, lifeline ഉപയോഗിച്ചിരുന്നു. So 5 points. And total golden roundil Mary Mercyക്ക് ലഭിക്കുന്ന points 35 points. Silver roundil 30 points. And ഇതുവരെയുള്ള പോയിന്റ് നില 65 points. 65 ആദ്യത്തെ 2 റൗണ്ടുകൾ കഴിയുമ്പോൾ നല്ല സ്കോറാണ്. ഇനി നമുക്ക് ഒരു റൗണ്ട് കൂടിയാണ് അവശേഷിക്കുന്നത്. കാനാൻ ദേശം സീസൺ 2വിന്റെ ഏറ്റവും വിലയേറിയ റൗണ്ട്. കാനാൻ ദേശം സീസൺ 2വിൽ ദ തേർഡ് റൗണ്ട്, ഡയമണ്ട് റൗണ്ട്. ഡയമണ്ട് റൗണ്ട് ഇവിടെയും 4 ചോദ്യങ്ങളാണ്. ഇവിടെ ഓപ്ഷൻസ് ഇല്ല, ലൈഫ് ലൈൻ ഇല്ല. മറിച്ച് കൂടെ വന്നിരിക്കുന്ന
കപ്പാനിയൻസിന്റെ സഹായം ചോദിച്ച് ആൻസർ ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓരോ ചോദ്യത്തിനും 10 പോയിന്റ്സ് ആണ് ലഭിക്കുക. മറിച്ച് ഇതിനെ ഡയമണ്ട് റൗണ്ട് ആക്കി മാറ്റുന്നത് മേഴ്സി ചേച്ചി എടുക്കുന്ന ഒരു തീരുമാനം ആശ്രയിച്ചായിരിക്കും. അതായത് ആരുടെയും സഹായമില്ലാതെ ഞാൻ തന്നെ ഡയറക്റ്റ് ആൻസർ ചെയ്യുന്നു എന്ന് ആദ്യമേ എടുക്കുന്ന തീരുമാനത്തിൽ ഇത് ഡയമണ്ട് റൗണ്ട് ആവും. അപ്പോൾ പോയിന്റ് മാറും. ആദ്യത്തെ ചോദ്യത്തിന് 20 പോയിന്റ്സ്, രണ്ടാമത്തെ ചോദ്യത്തിന് 40, മൂന്നാമത്തെ ചോദ്യത്തിന് 80, നാലാമത്തെ ചോദ്യത്തിന് 160, ടോട്ടൽ 300. അതാണ് ഡയമണ്ട് റൗണ്ട്. എന്ത് തീരുമാനിക്കുന്നു? സെൽഫായിട്ട് പോകാം. ഗുഡ് ഡിസിഷൻ. റെഡിയല്ലേ? റെഡിയാണ് സർ. ടെൻഷനെല്ലാം മാറി ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. നല്ല സ്കോറുമായിട്ട് നമ്മൾ മൂന്നാമത്തെ റൗണ്ടിലേക്ക്, ഡയമണ്ട് റൗണ്ട്. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ മേഴ്സി ചേച്ചിക്കുള്ള ആദ്യത്തെ ചോദ്യം. ബഥാനിയക്കാരനായ കുഷ്ഠരോഗിയുടെ പേര് എന്താണെന്നാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്. ബഥാനിയക്കാരനായ കുഷ്ഠരോഗിയുടെ പേര് എന്താണെന്നാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്. ശിമയോൻ. ഉറപ്പാണോ? ഉറപ്പാണ്. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ശിമയോൻ റൈറ്റ് ആൻസർ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26:6. അപ്പോൾ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു ഡയമണ്ട് റൗണ്ടിൽ. ഇനി 3 ചോദ്യങ്ങൾ കൂടി മാത്രം. ദൈവാനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ടാവാം കഴിഞ്ഞുപോയ ജീവിതത്തിൽ. എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? മറക്കാനാവാത്ത 2-3 അനുഭവങ്ങളുണ്ട്. ഒന്ന്, എനിക്കൊരു മകളേ ഉള്ളൂ. അവള് പ്രസവിച്ചപ്പോൾ അവളുടെ ഒരു കാല് മടങ്ങിയിരുന്നേച്ച്, കാലിന്റെ പാദം. ഞാൻ ശരിക്കും കണ്ടിട്ടില്ല കുഞ്ഞിനെ. പ്രസവിച്ച ആ ദിവസമായിരുന്നു. അപ്പൊ എന്റെ ബ്രദർ വേളാങ്കണ്ണി മാതാവിന്റെയും അന്തോണിസിന്റെയും പൂവ് ഉണ്ടായിരുന്നു. ആ പൂവ് കാലിൽ വെച്ചിട്ട് തടവി. അത് നേരം എടുത്തപ്പോഴേക്കും ആ ചേർന്നിരുന്ന പാദം വിട്ടുപോന്ന് ശരിക്കും ആ പാദം പോലെ ആയി. പെട്ടെന്ന് കണ്ട തിരിച്ചറിയില്ല. അപ്പൊ ഡോക്ടർമാർക്ക് പോലും അത് അത്ഭുതമായിരുന്നു. എന്തായാലും പിന്നീട് ഒരു ഓർത്തോ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. ഓർത്തോ ഡോക്ടറെ കാണിച്ചപ്പോഴും ഡോക്ടർ പറഞ്ഞു ഒരാഴ്ച കൂടി കഴിയിട്ട് തീരെ കുഞ്ഞാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോഴും കൊണ്ടേ കാണിച്ചത്. ഒന്ന് 10 ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് വാ, കുറച്ച് ദിവസം ചിലപ്പോൾ പ്ലാസ്റ്റർ ഇടേണ്ടി വരും എന്ന് പറഞ്ഞു. പക്ഷെ 10 ദിവസം കഴിഞ്ഞ് ചെന്നപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന്. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു സംഭവമാണ്. 3 മക്കളായിട്ട്. ഓക്കെ. അത് ആ പ്രായത്തിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു തിരിച്ചറിവായിരുന്നു അല്ലെ ആ സമയം? തീർച്ചയായിട്ടും. ഓക്കെ, സന്തോഷം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റെഡി സർ. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ മേഴ്സി ചേച്ചിക്കുള്ള രണ്ടാമത്തെ ചോദ്യം. ജബൂസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നഗരം ഏത്? ജബൂസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നഗരം ഏത്? ജെറുസലേം. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ജെറുസലേം റൈറ്റ് ആൻസർ. ആദ്യത്തെ റൗണ്ട് മുതൽ ഓരോ റൗണ്ട് കഴിയുമ്പോഴും കൂടുതൽ എന്താ പറയാ, ഒരു ക്വിസ് മാസ്റ്ററാണ്. തീർച്ചയായിട്ടും ഞാനത് മറക്കാൻ പാടില്ല. 2 ചോദ്യങ്ങളും റൈറ്റ് ആൻസർ. ഇനി വിലയേറിയ 2 ചോദ്യങ്ങൾ കൂടി മാത്രം. അതിന് പോകുന്നതിന് മുമ്പ് ഇനി 2 ചോദ്യങ്ങൾ കൂടി ഉള്ളൂ. ആ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് എന്താണ് കാനാൻ ദേശത്തെ പറ്റിയുള്ള? ഒത്തിരി നല്ല അഭിപ്രായമാണ്. കാരണം ഒത്തിരി ആളുകൾക്ക് സുവിശേഷം വായിക്കാൻ ഒരു പ്രചോദനം നൽകുന്ന നല്ലൊരു പരിപാടിയാണ്. ഇത് കാണുന്നതുകൊണ്ട് ഒത്തിരി പേര് ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. ബൈബിൾ വായിക്കാത്ത ഒത്തിരി ആളുകൾ.
ഇത് കേൾക്കുമ്പോഴേക്കും ആൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് വായിക്കാൻ. ഇപ്പൊ വായിക്കാത്ത പലരും ഇതിലേക്ക് ദൈവവചനം പഠിക്കാനും വായിക്കാനും വേദിയെടുക്കുന്ന നല്ലൊരു സംരംഭമാണ്. ഓക്കെ, അത് ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, കാരണം വചനങ്ങൾ വായിക്കാൻ, അതായത് പഠിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് വചനങ്ങൾ വായിച്ചു പോകുന്നതെങ്കിലും ഇടയിൽ എപ്പോഴോ ഏതോ ഒരു വചനം നമ്മളെ സ്പർശിക്കും. അതായത് നമ്മൾ സുവിശേഷത്തിൽ പറയുന്നത് പോലെ കർത്താവ് നടന്നു പോകുമ്പോൾ എന്നെ ആരോ സ്പർശിച്ചു എന്ന് പറയുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, അത് എത്രയോ ജനക്കൂട്ടത്തിന്റെ ഇടയിലാണ് പോകുന്നത്, ആരെങ്കിലും ആയിരിക്കാം, കാരണം തൊടുന്നുണ്ടാവും. പക്ഷെ ആ സ്പർശനം പ്രത്യേകം തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെയുള്ള ചില സ്പർശനങ്ങൾ പ്രാർത്ഥനകൾ കൊണ്ടും സ്പർശിക്കാൻ പറ്റുമ്പോഴാണ് ദൈവം നമ്മളെ തിരിച്ചറിയുന്നത്. നമ്മൾ മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചാലും ഒരു സെക്കൻഡ് നമ്മുടെ മനസ്സിലും ദൈവത്തിന്റെ മനസ്സും തമ്മിലുണ്ടാവുന്ന ഒരു എന്താ പറയാ, ഒരു എനർജി, അത് നമ്മുടെ അനുതാപം കൊണ്ടായിരിക്കാം, ഉള്ളിൽ നിന്ന് ഉയരുന്ന ആത്മാർത്ഥമായ അനുതാപം കൊണ്ടായിരിക്കാം. അത് ദൈവം തൊടും, തിരിച്ചറിയും. ആയിരക്കണക്കിന് സ്പർശനങ്ങളുടെ ഇടയിൽ നിന്ന് ആ ഒരു സ്പർശനം തിരിച്ചറിയും. അതുപോലെ 1000 വചനങ്ങൾ അല്ലെങ്കിൽ 100 വചനങ്ങൾ വെറുതെ ഒരു മത്സരത്തിന് വേണ്ടി പഠിക്കുന്നതിനിടയ്ക്ക് വചനം എന്ന് പറഞ്ഞാൽ ദൈവമാണല്ലോ. എവിടെയോ വെച്ച് ആ ഒരു വചനം നമ്മളെ സ്പർശിക്കുമ്പോഴാണ് അതിൽ നിന്നൊരു സ്പാർക്കാണ് ഇതിലേക്ക് തിരിയാനും കൂടുതൽ കൂടുതൽ ബൈബിൾ വായിക്കാനും ബൈബിൾ, അത് വചനം മാംസമായി ധരിക്കാനും ഓരോ ആൾക്കാർക്കും സാധിക്കുന്നത്. അതാണ് കാനാൻ ദേശത്തിന്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ, ഒരു മഹത്വം. മഹത്വം എന്ന് ഞാൻ പറയുന്നില്ല, ഏറ്റവും വലിയ ഒരു സ്ഥാനം ഈ ചാനലിൽ എന്ന് ഞാൻ പറയും. ഒത്തിരിയധികം സന്തോഷമുണ്ട് വന്ന് ഇങ്ങനെ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന്. നമുക്ക് 2 ചോദ്യങ്ങളേ ഉള്ളൂ, ഇനി അതിലേക്ക് പോകാം. റെഡി? കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ മേഴ്സി ചേച്ചിക്കുള്ള 3ാമത്തെ ചോദ്യം. എഴുന്നേറ്റ് ദമാസ്കസിലേക്ക് പോവുക, നിനക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും. യേശു ആരോടാണ് ഇങ്ങനെ പറഞ്ഞത്? എഴുന്നേറ്റ് ദമാസ്കസിലേക്ക് പോവുക, നിനക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും. യേശു ആരോടാണ് ഇങ്ങനെ പറഞ്ഞത്? ആരായിരിക്കും? സാവൂളിനോട് ചോദിക്കട്ടെ? കോൺഫിഡന്റ് ആണ്? ഉറപ്പാണെന്ന് വിശ്വസിക്കുന്നത്. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. സാവൂളിനോട് റൈറ്റ് ആൻസർ. 3 ചോദ്യങ്ങൾ ഡയമണ്ട് റൗണ്ടിൽ തീർന്നിരിക്കുന്നു. ഇനി ദ റിയൽ ഡയമണ്ട് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഏറ്റവും വിലയേറിയ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ തന്നെ പ്രോഗ്രാമായ തിയോഫനി ഒരു എപ്പിസോഡിൽ നെട്ടൂരുടെ വകയിൽ നിന്ന് വന്നിരിക്കുന്ന കുറെ കുട്ടികളുടെ ഒരു പ്രോഗ്രാം കാണുകയുണ്ടായി. വളരെയധികം എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികൾ. അപ്പോൾ ഇപ്പോഴാണ് അവിടുത്തെ മതപഠന അധ്യാപികയാണ് മേഴ്സി ചേച്ചി എന്ന് തിരിച്ചറിയുന്നത്. എന്താണ് അവരെ ഒരുക്കിയതും അവർക്ക് വേണ്ടി സ്പെഷ്യൽ എന്തെങ്കിലും ട്രെയിനിങ്ങുകൾ കൊടുക്കാറുണ്ടോ? ഞാൻ തന്നെയാണ് 4 ടീം കുട്ടികളെയും പരിശീലിപ്പിച്ചത്. അപ്പൊ അവര് കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കുട്ടികളെ എല്ലാ ദിവസവും എന്റെ വീട്ടിൽ വന്നിരുന്ന് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വന്ന് രാത്രി 8 മണി വരെയൊക്കെ ഇരുന്ന് ഞാൻ സാറിനോട് പറഞ്ഞിരുന്നു ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞായിരുന്നു. ഓരോ റൗണ്ടുകളൊക്കെ പറ്റി പറഞ്ഞു തന്നിരുന്നു, ഏകദേശം ഒരു ഐഡിയ. അപ്പൊ അതൊക്കെ വെച്ച് കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിച്ചു. ആ കിട്ടിയ സമയം ദിവസങ്ങളിൽ വൈകുന്നേരം കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഒരു 8 മണി 8:30 വരെയൊക്കെ ഇരുന്നവർ പഠിപ്പിച്ചു കൊടുത്തു. അതിനും ദൈവം 2 ടീമിനെ ഫസ്റ്റ് റൗണ്ട് ജയിച്ചു. വെരി ഗുഡ്. ടീച്ചറിന്റെ ഹാർഡ് വർക്ക് ഉണ്ട് അതിന്റെ പിറകിൽ അല്ലേ? ആ കുട്ടികൾക്ക് എന്റെ വിധം പ്രത്യേക അഭിനന്ദനങ്ങൾ. പിന്നെ സാർ, ഞാൻ എന്റെ ക്ലാസ്സിലെ കുട്ടികളെ ഞാൻ കാരുണ്യ പ്രവൃത്തികളൊക്കെ പരിശീലിപ്പിക്കണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ കുഞ്ഞുങ്ങളൊരു ദിവസം ഞങ്ങളുടെ തേവരയില്, ഞങ്ങൾ നെട്ടൂരിനടുത്ത് തന്നെ തേവര, അവിടെ അംഗവൈകല്യങ്ങളൊക്കെ ഉള്ള പിന്നെ പെൺകുട്ടികളൊക്കെ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു ഓർഫനേജ്. അവിടെ ഞാൻ എന്റെ കുട്ടികളെ കൊണ്ടുപോയി, കാറ്റഗിസം കുട്ടികളെ കൊണ്ടുപോയി, കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അവർക്ക് ഭക്ഷണം എല്ലാം വാങ്ങിച്ചു കൊടുത്തു. അത് ഞാൻ ചെയ്യുന്നത് സാർ. എന്റെ ഹസ്ബൻഡ് തന്നെ ഹെൽപ്പാണ്. പിന്നെ എനിക്ക് ഈ ലോഗോസിനൊക്കെ കിട്ടുന്ന പൈസ ഉണ്ടല്ലോ, നമുക്ക് സമ്മാനം കിട്ടുന്നതൊക്കെ ഞാൻ മാറ്റി വെക്കും. ചെറിയ എമൗണ്ടാണ്. ആ പൈസക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ വിനിയോഗിക്കും, ചെലവാക്കും. അപ്പൊ അങ്ങനെ അവർക്ക് വേണ്ടി ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ
ഇതുപോലെ സഹായം ആവശ്യമുള്ളവർക്കൊക്കെ ഞാൻ അങ്ങനെയുള്ള തുകകൾ, പിന്നെ എന്റെ ഹസ്ബൻഡ് സഹായിക്കും, ചെറിയ തുകകളൊക്കെ ഞാൻ സഹായിക്കാറുണ്ട്. കുഞ്ഞുങ്ങളോടും പറഞ്ഞു കൊടുക്കും ഞാൻ അതുപോലെയൊക്കെ ചെയ്യണമെന്നൊക്കെ കുട്ടികളെ കൊണ്ടേ കാണിച്ചു. അപ്പൊ കുട്ടികൾക്ക് അത് മനസ്സിലായി. കാരണം നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്, അംഗവൈകല്യമുള്ള ആളുകളുടെ ബുദ്ധിമുട്ടുകൾ. അപ്പൊ അവരായിട്ട് കുറെ സമയം ചെലവഴിച്ച് അവർക്ക് പാട്ടൊക്കെ പാടിക്കൊടുത്ത് അവർക്കൊട്ട് പാട്ട് പഠിപ്പിച്ച് അവർക്ക് വലിയ സന്തോഷമായിരുന്നു. 2 മണിക്കൂറോളം ഞങ്ങളോട് ചെലവഴിച്ചു. ഇത് കുഞ്ഞു കുട്ടികളെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. സന്തോഷം. ചേച്ചിയുടെ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു, വചനപ്രഘോഷകയായിട്ട് ജീവിച്ച് മരിക്കണം. ശരിക്കും ഇതാണ് വചനപ്രഘോഷണം. ഒരു സ്റ്റേജിൽ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ നിന്ന് മണിക്കൂറുകളോളം വചനം പ്രസംഗിക്കുന്നതിനേക്കാളും ഒരു പക്ഷേ ഇതൊക്കെയാണ് വചനപ്രഘോഷണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം നീഡിയായിട്ടുള്ള പീപ്പിൾസിന്റെ മുമ്പിലേക്ക് ഇപ്പൊ തന്നെ വേദപാഠം പഠിക്കുന്ന കുട്ടികളുടെ മനസ്സിലേക്ക് അതൊരു പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല, അവരെ അവിടെ കൂട്ടിക്കൊണ്ടുപോയി അവരെ അത് കാണിച്ചു കൊടുക്കാനും അവരുടെ കൂടെ നിന്ന് ചെയ്യാനും. ഓരോ മുമ്പ് പറഞ്ഞ കേക്ക്, അതായത് ഒരു വേദപാഠ ടീച്ചറിന്റെ വീട്ടിൽ വന്ന കുട്ടികൾ കേക്ക് മുറിക്കണമെങ്കിൽ അത് ഒരു സാരി വാങ്ങിച്ചുകൊണ്ട് തരണമെങ്കിലൊക്കെ ആ കുട്ടികളുടെ മനസ്സിൽ അത്രയും സ്കൂളിൽ വെച്ച്, അപ്പൊ അത്രയും ആ കുട്ടികളുടെ മനസ്സിൽ ഇപ്പൊ തന്നെ ചെന്നപ്പോഴേക്കും അവര് കേക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. എല്ലാ ക്ലാസ്സിലും കൊണ്ടിടുന്ന ഒരു മിഠായിയൊക്കെ കൊടുത്തു. ഞങ്ങളുടെ ടീച്ചറിന്റെ ബർത്ത്ഡേ ആണ്. പിന്നെ ഈ ക്രിസ്മസിന് അവര് വീട്ടിൽ വന്നാണ് കേക്ക് മുറിച്ചത്. ടീച്ചറിന്റെ വീട്ടിൽ കേക്ക് മുറിക്കണം. കേക്ക് കൊണ്ടുവന്നു വീട്ടില് കുട്ടികള്. കാരണം ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇങ്ങനെ നന്മയുടെ വിത്തുകൾ വിതച്ചു കൊടുക്കുക, അതുപോലെ സമയം കണ്ടെത്തി ഈ കിസിൽ നിന്ന് കിട്ടുന്ന പൈസയൊക്കെ പാവങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, ഇത് തന്നെയാണ് സുവിശേഷം. അപ്പൊ ശരിക്കും ചേച്ചി ഇപ്പോൾ സുവിശേഷക തന്നെയാണ്. ഒരിക്കലും അതിനൊരു മാറ്റമില്ല. കാരണം അതാണ് സുവിശേഷം. നന്മ ചെയ്യണം, അപ്പോഴേ സുവിശേഷം പൂർണ്ണമാവുന്നുള്ളൂ. ഒത്തിരി സന്തോഷം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റെഡി? കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ മേഴ്സി ചേച്ചിക്കുള്ള 4ാമത്തെ ചോദ്യം. മത്സ്യത്തിന്റെ കയ്പ കണ്ണിൽ പുരട്ടിയപ്പോൾ കാഴ്ചശക്തി തിരികെ കിട്ടിയത് ആർക്കാണ്? മത്സ്യത്തിന്റെ കയ്പ കണ്ണിൽ പുരട്ടിയപ്പോൾ കാഴ്ചശക്തി തിരികെ കിട്ടിയത് ആർക്കാണ്? തോബിത്തിന്. ഏറ്റവും വിലയേറിയ ക്വസ്റ്റ്യനാണ് ഡയമണ്ട് റൗണ്ടിൽ. ഉറപ്പാണല്ലോ അല്ലെ? ഉറപ്പാണ്. ചേച്ചിയുടെ ചിരിയിലുണ്ട്. അപ്പൊ പിന്നെ ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. തോബിത്തിന് റൈറ്റ് ആൻസർ. കൺഗ്രാറ്റ്സ്. ഒരു ക്വിസ് മാസ്റ്ററാണ്, ഒത്തിരിയധികം അനുഭവങ്ങളുള്ള ഒരു ക്വിസ് മാസ്റ്ററാണ് മത്സരത്തിൽ പങ്കെടുത്തത്. 3 റൗണ്ടുകൾ കഴിയുമ്പോൾ ചേച്ചിയുടെ സ്കോർ അറിയാം, ഫൈനൽ സ്കോർ. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ മേരി മേഴ്സിക്കുള്ള പോയിന്റ്സ്. For the first question 20 points, second question 40 points, third question 80 points, and the last question, that is the diamond question, 160 points. And diamond roundil Mary Mercyക്ക് ലഭിക്കുന്ന total points 300 points, silver roundil 30 points, golden roundil 35 points. The grand total is 365 points out of 400. And congratulations, Mary Mercy. കാനാൻ ദേശം സീസൺ 2 വിജയിയെ കാത്തിരിക്കുന്നത് യൂറോപ്പിലേക്കൊരു തീർത്ഥയാത്ര. നിങ്ങൾക്കും ഈ തീർത്ഥയാത്രയിൽ പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്ക് 9744155533. Pilgrimage conducted by Your Smart Travels, Ernakulam. 365 out of 400. Super performance. ഇപ്പോൾ എന്ത് തോന്നുന്നു? ഒത്തിരി സന്തോഷം തോന്നുന്നു. കാരണം എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒത്തിരി പേരുണ്ടേ. ഒത്തിരി പേരുണ്ടാവും തീർച്ചയായിട്ടും. എന്റെ കുട്ടികളുടെ പാരന്റ്സ്, എന്റെ നെയ്ബേഴ്സ്, എന്റെ മമ്മി, എന്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും
എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, വികാരിച്ചൻ അനുഗ്രഹിച്ചൊക്കെ മേഷ്ടിക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാവും എന്നും പറഞ്ഞിട്ട് വികാരിച്ചൻ എനിക്കൊരു പിതാവിനെ പോലെയാണ്. ഓക്കെ, വേണമെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഒരു ഹായ് പറയാം നമുക്ക്. ഹായ്. വികാരിയച്ഛനും പ്രാർത്ഥിക്കുന്ന കുട്ടികളും എല്ലാവരും. കുട്ടികൾ സ്നേഹത്തോടെ മമ്മി എന്ന് വിളിക്കുന്ന അധ്യാപിക എല്ലാ വേദപാഠ മതപഠന അധ്യാപകർക്കും മാതൃകയാക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വം. കനാൻ ദേശം സീസൺ 2 ഈ സീറ്റിൽ വന്നതിന് ഒത്തിരിയധികം സന്തോഷം. സ്നേഹത്തോടെ ഞങ്ങൾ തരുന്ന ഒരു മെമന്റോയും സർട്ടിഫിക്കറ്റുമുണ്ട്. പ്ലീസ്. എറണാകുളം നെട്ടൂരിൽ നിന്ന് വന്ന മേഴ്സി ചേച്ചിയുമായിട്ടുള്ള കാനാൻ ദേശം സീസൺ 2 ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്തയാഴ്ച പുതിയ മത്സരാർത്ഥിയുമായി ഞങ്ങൾ വരുന്നതാണ്. ടിൽ ദെൻ ഗുഡ് ബൈ. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. എന്റെ അമ്മ എന്റെ റോൾ മോഡലാണ്. എന്റെ വീട്ടിനകത്ത് അടുക്കള എപ്പോഴും പ്രാർത്ഥനാനിരതമായിരുന്നു. നമ്മുടെ ഹോളി ബൈബിൾ എന്ന് പറയുന്നത് അനന്തമായ ഒരു കടലാണ്. കാനാൻ യാത്ര ഇത്, കാനാൻ യാത്ര ഇത്, ഡിവൈൻ റിട്രീറ്റ് സെന്റർ ഒരുക്കും ഗുഡ്നസ് ചാനൽ വഴി. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ലീന ആന്റണിക്കുള്ള മൂന്നാമത്തെ ചോദ്യം. പ്രവാചികയെന്ന് അവകാശപ്പെടുകയും ഇസ്രായേൽ ജനത്തെ വഴിതെറ്റിക്കുകയും ചെയ്ത സ്ത്രീ ആരാണെന്നാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്? ജെസബെൽ. ഉറപ്പാണ്? ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്.